ഗൈസ്, അങ്ങനെ നമ്മൾ ചൈനയിലെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇതേ തായ്ലൻഡിലെ സുവർണഭൂമി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ ഒരു 1-2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് നേരെ പട്ടായയ്ക്കാണ് പോകുന്നത്. ഇനി അവിടെ എത്തിയ ശേഷം അവിടുത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഞങ്ങൾ ഏകദേശം ഒരു 6 പേരുണ്ട്. 6 പേരും ലഗേജും കാര്യങ്ങളായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ടാക്സി സർവീസസ് നോക്കിയപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെ എലിവേറ്ററിൻ്റെ അടുത്ത്, ഇതാണ് നമ്മൾ ഇറങ്ങി വരുന്ന എലിവേറ്ററാണിത്. ഇത് ഇറങ്ങിക്കഴിഞ്ഞ് അത് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വാൻ സർവീസസ് ആണ് കേട്ടോ. PIS വാൻ സർവീസസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുബായിലൊക്കെ കിടന്ന് ഓടുന്ന ആ സംഭവം ഇവിടെ നമുക്ക് 2200 ബത്തിന്, അത് മീൻസ് ഇവിടുത്തെ കറൻസിക്ക് നമുക്ക് കിട്ടും. ഏകദേശം ഒരു 200 ചില്ലാൻ ഡ്രംസിന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്തു. ഇവിടെ പുറത്ത് വണ്ടി കിടക്കുന്ന ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അല്ലേ, നമ്മൾ വണ്ടി പോകല്ലേ? അതാണ് ഞങ്ങൾ വണ്ടിയിലേക്ക് പോവാണ്. അപ്പോൾ വണ്ടി കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ട് ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ. ഓക്കെ, കണ്ടല്ലോ ഗൈസ്, ഇതാണ് വണ്ടി. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടിയിലേക്ക് കയറാണ്. ഞങ്ങൾക്ക് ലഗേജ് കുറച്ച് കൂടുതലുണ്ട്. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിലാകെ എങ്ങനെയുണ്ട്? ഓ കൊള്ളാലോ, പൊളിയുള്ള സംഭവം പൊളിയുള്ള. എങ്ങനെയുണ്ട് അല്ലെങ്കിൽ വണ്ടി വന്നു ജിജോ? എങ്ങനെയുണ്ട്? സെറ്റാണല്ലേ? പൊളി. നമ്മളങ്ങനെ തായ്ലൻഡിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടായ സുവർണഭൂമി എയർപോർട്ടിൽ നിന്നും നേരെ പട്ടായയിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഈ റോഡിലൂടെ കുറേ നേരം പൊന്നിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടുത്തെ, അതായത് തായ്ലൻഡിലെ രാജാവായിട്ടുള്ള രാമ എക്സ് എന്നറിയപ്പെടുന്ന മഹാവജിലറങ്കോൺ, ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ രാജാവ് എന്ന പദവി വഹിക്കുന്നു. ഈ രാജാവിൻ്റെ ചിത്രങ്ങളെല്ലാം വഴിയിൽ പല സ്ഥലങ്ങളിലായി സുവർണത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ഗേറ്റുകളിൽ കാണാമായിരുന്നു. നമ്മള് നേരെ പട്ടായയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ എല്ലാ ഡ്രൈവർമാരുടെ കയ്യിൽ ഇതുപോലെ ഫോണും കാര്യങ്ങളൊക്കെ കാണും. നമ്മുടെ UAE പോലെ അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവർക്ക് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. അതുപോലെ നമ്മുടെ ടീം ബാക്കിൽ ഫുൾ വൈബിലുണ്ട് കേട്ടോ. Had the whole world at her feet, watching seasons change. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ്. ഉഷ്ണമേഖലാ ബീച്ചുകൾ, സമ്പന്നമായ രാജകൊട്ടാരങ്ങൾ, പുരാതന അവശിഷ്ടങ്ങൾ, ബുദ്ധന്റെ രൂപങ്ങൾ പ്രദർശിപ്പിക്കുന്ന അലങ്കരിച്ച ക്ഷേത്രങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് തായ്ലൻഡ്. പ്രധാന നഗരിയായ ബാങ്കോക്കിൽ ശാന്ത കനാൽ സൈഡ് കമ്മ്യൂണിറ്റികൾക്കൊപ്പം വാട്ട് അരുൺ, വാട്ട് ഫോ, എമറാൽ ബുദ്ധ ക്ഷേത്രം എന്നിവയുടെ ഐക്കോണിക് ക്ഷേത്രങ്ങൾക്കും അടുത്തായി ഒരു അത്യാധുനിക നഗരദൃശ്യം ഉയർന്നു വരുന്നു. സമീപത്തുള്ള ബീച്ച് റിസോർട്ടുകളിൽ ഏറ്റവും തിരക്കേറിയ പട്ടായയും ഷാനബൽ ഹുവാഹിനും ഉൾപ്പെടുന്നതാണ്. ഷോങ്കോളി പട്ടായ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈവേ നമ്പർ 7 ആണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ പട്ടായ എത്തിയിരിക്കുന്നു. ഞങ്ങളങ്ങനെ ബാങ്കോക്ക് സിറ്റിയിൽ നിന്ന് 2 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ പട്ടായ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. പട്ടായയിലാണെങ്കിൽ നമ്മൾ ആദ്യം, അതായത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു ഈവനിങ് ആണ്. ആ സമയത്തുള്ള ഒരു ആംബിയൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടുത്തെ മാർക്കറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു നൈറ്റ് ലൈഫാണ് ഇവിടെ ഉള്ളത് തന്നെ. പകലൊക്കെ ഇവിടെ നമ്മൾ ചെന്ന മിക്ക ഷോപ്സും ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെല്ലുന്ന സമയത്ത് ഷോപ്സൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. കാരണം ഞങ്ങൾ അവിടെ എത്തി നെക്സ്റ്റ് ഡേ മോർണിംഗിലൊക്കെ നോക്കിയപ്പോൾ കുറേ ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആണ്. ഇവിടെ ഈവനിങ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഷോപ്സ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എല്ലാം ഓപ്പൺ ആവുള്ളൂ. മാത്രം ഈവനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9-10 ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഇവിടെയൊക്കെ എല്ലാ ഷോപ്സും ഓപ്പൺ ആവണത് തന്നെ. ഇനി നമുക്ക് നമ്മളുടെ ഡ്രൈവറിന് പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു എക്സ്ചേഞ്ചിൽ വാഹനം നിർത്താനായിട്ട് നമ്മൾ ഇവരോട് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ തായ്ലൻഡിൽ വന്നിട്ട് കറൻസി മാറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള വാക്കിംഗ് സ്ട്രീറ്റ് അല്ലെങ്കിൽ നൈറ്റ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള സിറ്റീസിൻ്റെ സൈഡിൽ ഒരുപാട് എക്സ്ചേഞ്ചസ് ഉണ്ട്. അവിടെ നമുക്ക് ഒന്ന് പ്രൈസ് ഒന്ന് കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് പ്രൈസ് കിട്ടുന്നതാണ്.
ഗൈസ് അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ലേറ്റ് ചെക്കിനാണ്. നമുക്കറിയാലോ, നമ്മളിപ്പോൾ തന്നെ ബാങ്കോക്കിൽ നിന്ന് ഇവിടെ എത്താനായിട്ട് ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റ് ചെക്കിനാണ്. ഇനി നമ്മൾ അത്യാവശ്യം ടയർഡാണ്. നമ്മൾ നേരെ ചെക്ക് ഇൻ ചെയ്ത് റൂമിൽ കയറുന്നു. കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ അടുത്തതായിട്ട് വാക്കിംഗ് സ്ട്രീറ്റിൽ അല്ലെങ്കിൽ നൈറ്റ് ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ നൈറ്റ് ലൈഫ് നമ്മൾ ഈ ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ട്. കൊള്ളാട്ടാ സംഭവം. അത്യാവശ്യം നല്ലൊരു റിസപ്ഷനാണ് ഇവിടെ ഉള്ളത്. കാണാലോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഒരു ക്രിസ്മസ് ട്രീ വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഗൈസ് അങ്ങനെ തായ്ലൻഡിലെ രാത്രികാല വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഇസ് റേഗൻ മാത്യു സൈനിങ് ഓഫ്. മാസ് സലാം.